എന്നും ഇറച്ചി മീനും കൂട്ടാൻ തോന്നിയാലും അതില്ലെങ്കിൽ കൂടെ അതിൻ്റെ ഏതെങ്കിലും ഒരു അപഭ്രംശമുള്ളത് നല്ലതാണ്. താത്വികമായി പറഞ്ഞാൽ കോഴിയിറച്ചി അച്ചാറിടുന്നതിനെ പറ്റിയാണ് ഞാനിവിടെ പറഞ്ഞത്. എല്ലില്ലാതെ കൊച്ചു കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്ത കോഴിയിറച്ചിയിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കുക. ചട്ടിയിൽ നല്ലെണ്ണ ചൂടാക്കി ഈ കോഴി കഷ്ണങ്ങൾ കുറേശ്ശെ വറുത്ത് കോരി മാറ്റിയെടുക്കണം. ഈ ഇറച്ചി വറുത്തെടുത്ത എണ്ണയിൽ തന്നെയാണ് നമ്മൾ അച്ചാറും തയ്യാറാക്കിയെടുക്കുന്നത്. ചൂടായ എണ്ണയിലേക്ക് കറിവേപ്പിലയും ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് വാട്ടിയെടുക്കുക. മുരിയണ്ട, ആ പച്ചമണം മാറിയെടുത്താൽ മാത്രം മതി. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം പൊടികളായ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി, ഇത്തിരി കായത്തിൻ്റെ പൊടി, പിന്നെ മുളക് പൊടിയും കശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കാം. ഇനി ഇത് ചെറുതീയിൽ മാത്രം വാട്ടിയെടുക്കുക. കരിയാൻ പാടില്ല. ഇതിലേക്ക് വിനാഗിരിയും ഉപ്പും കൂടെ ചേർത്ത് തിളച്ചതിന് ശേഷം വറുത്തെടുത്ത ചിക്കനും കൂടെ ചേർക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ്റെ അച്ചാർ. നല്ലവണ്ണം തണുത്തതിന് ശേഷം മാത്രം വൃത്തിയുള്ളൊരു കുപ്പിയിലാക്കിയിട്ട് അടച്ചു വെക്കാം. പിന്നെ നിങ്ങൾക്ക് അധികകാലം ഇത് അടച്ചു സൂക്ഷിക്കേണ്ടി വരില്ല. ഈ സംഭവം പെട്ടെന്ന് അങ്ങ് തീർന്നു കിട്ടിക്കോളും. അപ്പോൾ ഊണിന് നല്ലൊരു അച്ചാറുമായി, എന്നാൽ ചോറിന് കോഴി കൂട്ടിയിട്ടാണോ കഴിച്ചത് ചോദിച്ചാൽ അതുമായി. എന്താ, നല്ലൊരു ഐഡിയ അല്ലേ?